ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് സെൻട്രൽ ഫോഴ്സ് മോഷൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സോളാർ അഥവാ പ്ലാനറ്ററി മോഷൻ ഫോർമുലേറ്റ് ചെയ്തത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതായത് നമ്മളെ ലോസ് ഓഫ് മോഷൻ, അതേപോലെ ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? സോളാർ പ്ലാനറ്ററി മോഷനെ ഫോർമുലേറ്റ് ചെയ്തത്. ഐസക് ന്യൂട്ടനാണ് ഇതൊക്കെ എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അതുപോലെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കെപ്ലേഴ്സിൻ്റെ എംപെരിക്കൽ ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു നമ്മളെ ഫിസിക്സിൻ്റെ പുതിയൊരു മെക്കാനിക്സിൻ്റെ ബിഗിനിങ് പറയാം, അല്ലെങ്കിൽ മോഡേൺ മാത്തമെറ്റിക്കൽ ഫിസിക്സിൻ്റെ അതുപോലെ പ്ലാനറ്ററി മോഷനൊക്കെ വരുന്നതിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഈ ലോസിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഫോഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ പ്ലാനറ്ററി മോഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനറ്ററി മോഷൻ ടേക്സ് പ്ലേസ് അണ്ടർ എ സെൻട്രൽ ഫോഴ്സ്. ഒരു സെൻട്രൽ ഫോഴ്സ് കാരണമാണ് ഈ പ്ലാനറ്ററി മോഷനൊക്കെ ഉണ്ടാകുന്നത്. നമുക്കറിയാലോ, നമ്മൾ ഗാലക്സി അല്ലെങ്കിൽ നമ്മൾ സെൻട്രൽ സണ്ണും അതിന് ചുറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സൗരയൂഥത്തിൽ നമ്മൾ പ്ലാനറ്റ്സൊക്കെ കറങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഒരു പ്ലാനറ്ററി മോഷനൊക്കെ എന്താണ്? നമ്മളെ സെൻട്രൽ ഫോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സച്ച് എ മോഷൻ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോസ്റ്റ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് ആൻഡ് റിസൾട്ട് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ടോപ്പിക് സച്ച് എസ് പാർട്ടിക്കിൾ സ്കാറ്ററിങ്, ആറ്റോമിക് സ്ട്രക്ചർ, സ്പേസ് നാവിഗേഷൻ എക്സെട്ര. പിന്നെ അതുപോലെ നമുക്കറിയാം, നമ്മുടെ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ വരെ ഈ ഒരു രീതിയിലാണ്. ഒരു സെൻട്രൽ ഫോഴ്സിന് ചുറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചിട്ടുള്ള തിയറി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്തു? ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫിസിക്സിൻ്റെ തന്നെ പല ബ്രാഞ്ചിലും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻട്രൽ ഫോഴ്സ് മോഷൻ എന്ന് പറയുന്ന ജനറൽ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അപ്ലൈ ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം ഓഫ് ടു പാർട്ടിക്കിൾസ് ഇൻട്രാക്റ്റിംഗ് വിത്ത് എ സെൻട്രൽ ഫോഴ്സ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ടു പാർട്ടിക്കിൾസ് ഒരു സെൻട്രൽ ഫോഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കൺസർവേഷൻ ലോസ് ഉപയോഗിച്ചിട്ട്, അതായത് ലോ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആൻഡ് എനർജി, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നു. പിന്നെന്താ? നമ്മൾ then the obtained result are applied to the planetary and satellite motion. അല്ലെങ്കിൽ സാറ്റലൈറ്റ് മോഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയിട്ടുള്ള റിസൾട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? കെപ്ലേഴ്സിൻ്റെ എംപെരിക്കൽ ലോസ് ഡിറൈവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഫസ്റ്റ് ഒരു ടു പാർട്ടിക്കിൾ ഇൻട്രാക്റ്റിംഗ് വിത്ത് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്ന സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കൺസർവേഷൻ ലോസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കിട്ടിയിട്ടുള്ള എല്ലാ റിസൾട്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാനറ്ററി അല്ലെങ്കിൽ സാറ്റലൈറ്റ് മോഷനിൽ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫൈനലി കെപ്ലറിൻ്റെ എംപെരിക്കൽ ലോസ് ഡിറൈവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അത് നമ്മളെ ഫസ്റ്റ് ടോപ്പിക്ക് സെൻട്രൽ ഫോഴ്സ് മോഷൻ ആസ് എ വൺ ബോഡി പ്രോബ്ലം. അപ്പോൾ സെൻട്രൽ ഫോഴ്സ്, അപ്പോൾ നമ്മൾ എന്ത് പറയണം? സെൻട്രൽ ഫോഴ്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പോൾ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രൽ ഫോഴ്സസ് ആർ ദോസ് ഫോഴ്സ് വിച്ച് ആർ ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ഓർ എവേ ഫ്രം എ ഫിക്സഡ് സെൻറ്റർ. അതായത് സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോഴ്സാണ്. അത് ഒരു സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ സെൻറ്ററിൽ നിന്ന് പുറത്തേക്കോ ആയിരിക്കും. ഒരു ഫിക്സഡ് സെൻറ്ററിലേക്കോ അതിൽ നിന്ന് പുറത്തേക്കോ ഉള്ള ഒരു ഫോഴ്സാണ്, ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫോഴ്സിനാണ് നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ.
അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സെൻട്രൽ ഫോഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്നിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് ഒരു സ്കാലാർ ഫംഗ്ഷനാണ്. എന്താണ്, ഡിസ്റ്റൻസ് ആറാണ് ഡിസ്റ്റൻസ്. അതായത് ഈ സെൻട്രൽ ഫോഴ്സും സെൻട്രലിലുള്ള ഒരു ഫിക്സഡ് സെൻറ്ററും അതേപോലെ ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള അപ്പോൾ അതിനിടയിലുള്ള ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലാവാം, അതിന് ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്കാലാർ ഫംഗ്ഷനാണ് എന്ത്, എഫ് ഓഫ് ആർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈ ആർ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾ. പിന്നെ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. അതായത് ആ ലൈൻ ഓഫ് സെൻറ്ററിൻ്റെ യൂണിറ്റ് വെക്ടറാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്, ആർ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആർ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ, മോഡുലസ് ഓഫ് ആർ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ഡിവൈഡഡ് ബൈ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു 2 പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. Considering an isolated system consisting of 2 particles interacting under a central force F of R. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഫിഗർ ഇതാണ്. അതായത് ഒരു 2 പാർട്ടിക്കിൾസ് ഉള്ള M1 M2 എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. ഇതിന് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ട്. അതാണ് എഫ് ഓഫ് ആർ എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണ്. പിന്നെ ആ ഒരു ഇൻട്രാക്ഷൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ആർ ക്യാപ്പാണ്. അപ്പോൾ അത് തമ്മിൽ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ R1 R2 എന്താണ്, അതിൻ്റെ പൊസിഷൻ വെക്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു 2 ഇതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ആർ എന്ന് പറയുന്നത്. ആർ ഈസ് ഈക്വൽ ടു R1 മൈനസ് R2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ സിസ്റ്റം കൺസിഡർ ചെയ്തതും പറഞ്ഞു. എന്ത് ചെയ്യുന്നു, let the masses of 2 particles are M1 and M2. അപ്പോൾ ഈ 2 പാർട്ടിക്കിളിൻ്റെയും മാസ് M1ഉം M2 ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ പൊസിഷൻ നമ്മൾ ഫിഗറിൽ കണ്ടതുപോലെ പൊസിഷൻ വെക്റ്റേഴ്സ് R1 വെക്റ്റർ R1 ആൻഡ് വെക്റ്റർ R2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനിടയിലുള്ള ഡിസ്റ്റൻസിന്, അതായത് R ഈസ് ഈക്വൽ ടു R1 മൈനസ് R2 എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ആയിരിക്കും അല്ലേ, മോഡുലസ് ഓഫ് R1 മൈനസ് R2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണെന്ന് നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു എം എ ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷനാണ്. നമുക്കിവിടെ ആർ എന്ന് പറയുന്നത് നമ്മൾ പൊസിഷൻ വെക്റ്റർ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആർ ഡോട്ട്, അതായത് ഡി ആർ ബൈ ഡി ടി, ഫസ്റ്റ് ടൈം ഡെറിവേറ്റീവ് ചെയ്യുന്നതിനാണ് നമ്മൾ ആർ ഡോട്ട് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും, വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ. അതിനെ വീണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഡബിൾ ഡോട്ട്, ഈ രീതിയിലാണ് നമ്മൾ ഡിഫറൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുക. അതായത് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ, അതെന്തായിരിക്കും, നമ്മളെ ആക്സിലറേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും ഫോഴ്സ് എഴുതുവാണെങ്കിൽ എന്ത് എഴുതാം, M1 R ഡബിൾ ഡോട്ട് M1 R1 ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് എഴുതാം. രണ്ടാമത്തത് M2 R2 ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ്. ഇതിൻ്റെ സെൻട്രൽ ഫോഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അതെന്തായിരിക്കും, എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് 0-നേക്കാളും കുറവായിരിക്കും. ഇനിയിപ്പോൾ ഇത് റിപ്പൾസീവ് ഫോഴ്സ് ആണെങ്കിലോ എഫ് ഓഫ് ആർ 0-നേക്കാളും കൂടുതലായിരിക്കും. ഇതൊക്കെ സെൻട്രൽ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഒരു 2 ബോഡി പ്രോബ്ലമാണ്. 2 ബോഡി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതാണ് നമ്മൾ ഫിഗർ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ 2 ബോഡി പ്രോബ്ലത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് R1നെയും R2നെയും R വെച്ച് റീപ്ലേസ് ചെയ്യാം. R1നെയും R2നെയും നമ്മൾ വെക്റ്റർ R വെച്ച് റീപ്ലേസ് ചെയ്യാം. അതേപോലെ ഈ M1 M2 എന്ന് പറയുന്ന 2 മാസിനെ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് വെക്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാം. സെൻറ്റർ ഓഫ് മാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, +2 പഠിച്ചിട്ടുണ്ടല്ലോ.
ഇപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലേ, സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്, അത് ആവശ്യമില്ല, ജസ്റ്റ് ആ റിസൾട്ട് മാത്രം മതി. അപ്പോൾ ആ ഒരു വെക്റ്റർ ആർ ഈസ് ഈക്വൽ ടു m1r1 പ്ലസ് m2r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഈ ഇക്വേഷൻ ഉണ്ട്, ഇത് രണ്ടും വെച്ച് നമ്മൾ ഈ ഒരു 2 ബോഡി പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ആർ ഈസ് സിമ്പിൾ സിൻസ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സസ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആറിൻ്റെ, അതായത് സെൻറ്റർ ഓഫ് മാസ് വെക്ടറിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ d²r/dt² എന്നുള്ളത് എന്തായിരിക്കും, r⋅⋅ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഒരു സിമ്പിൾ സൊല്യൂഷൻ ഉണ്ട്, അതായത് r ഈസ് ഈക്വൽ ടു r0 പ്ലസ് vt ആണ്. ഇവിടെ നമ്മളെ കോൺസ്റ്റൻറ്റ് വെക്റ്റേഴ്സാണ് എന്ത്, r0വും വിയും. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് d²r/dt² എന്തായിരിക്കും 0 ആയി. ആ കാരണം കൊണ്ടാണ് നമുക്കിവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്തത്, അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെയും ഇതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് എന്ത്, r0വും അതേപോലെ വിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ ഓഫ് മാസിനെ നമ്മൾ ഒറിജിനായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ r0 എന്തായിരിക്കും, 0 ആയിരിക്കും. അതേപോലെ വിയും എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മൾ എന്താണ്, ഇത് സെൻറ്റർ ഓഫ് മാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ആർ കണ്ടുപിടിക്കാം. നമ്മൾ സെൻറ്റർ ഓഫ് മാസ് വെക്ടറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വെക്ടർ ഉണ്ടല്ലോ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെക്ടർ ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് വരുന്ന ആ ഒരു വെക്ടർ ഉണ്ടല്ലോ, ആ ഒരു ആറിനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ, നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ച ഇക്വേഷൻ, അതായത് m ഇൻറ്റു r⋅ ഇസ് ഈക്വൽ ടു f(r/r)। ഈ ഒരു ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു, m1 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, m1r⋅ ഡിവൈഡഡ് ബൈ m1 ഇസ് ഈക്വൽ ടു f(r) ഇൻറ്റു r⋅ ഡിവൈഡഡ് ബൈ m1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ r1⋅ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും, അവിടെയുള്ള m1 ക്യാൻസൽ ആയി പോകും, വിച്ച് ഇസ് ഈക്വൽ ടു f(r) ഡിവൈഡഡ് ബൈ m1 ഇൻറ്റു r⋅ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ രണ്ടാമത്തെ ആ ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ, m2r2⋅ ഇസ് ഈക്വൽ ടു മൈനസ് f(r) ഇൻറ്റു r⋅ എന്നുള്ളത്, ആ ഇക്വേഷനെ നമുക്ക് m2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, r2⋅ ഇസ് ഈക്വൽ ടു f(r) ഡിവൈഡഡ് ബൈ m2 ഇൻറ്റു r⋅ എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ കിട്ടിയിട്ടുള്ള 4, 5 എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കാം. അപ്പോൾ r1⋅ മൈനസ് r2⋅ ഇസ് ഈക്വൽ ടു f(r) ഡിവൈഡഡ് ബൈ m ഇൻറ്റു r⋅ പ്ലസ് f(r) ഡിവൈഡഡ് ബൈ m2 ഇൻറ്റു r⋅ എന്ന് കിട്ടും. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 1/m1 പ്ലസ് 1/m2 ഇൻറ്റു f(r) ഇൻറ്റു r⋅ എന്ന് കിട്ടും. അപ്പോൾ ഇതെന്ത് ചെയ്താൽ m1 പ്ലസ് m2 ഡിവൈഡഡ് ബൈ m1 m2 ഇൻറ്റു f(r) ഇൻറ്റു r⋅ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഈ m1 പ്ലസ് m2 ഡിവൈഡഡ് ബൈ m1 m2നെ നമുക്ക് മ്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഈ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ്യൂസ്ഡ് മാസാണ്, സെൻറ്റർ ഓഫ് മാസിലുണ്ടാകുന്ന ആ ഒരു എഫക്റ്റീവ് മാസാണ്, റെഡ്യൂസ്ഡ് മാസാണ് നമ്മളെ മ്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഡിവൈഡ് ബൈ m1 m2 ആണ്. അപ്പോൾ r1⋅ മൈനസ് r2⋅ ഇസ് ഈക്വൽ ടു r⋅ ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എന്ത് മാറ്റി എഴുതാം, മ്യൂ ഇൻറ്റു r⋅ ഇസ് ഈക്വൽ ടു f(r) ഇൻറ്റു r⋅ എന്ന് കിട്ടും. ഈ ഇക്വേഷൻ 6 എന്താണ്, നമ്മളെ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ആക്റ്റഡ് ഓൺ ബൈ എ ഫോഴ്സ് f(r) ഇൻറ്റു r⋅. f(r) ഇൻറ്റു r⋅ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഒരു എന്താണ്, ഒരു പാർട്ടിക്കിളിന് മേലെ എക്സേർട്ട് ചെയ്യുന്ന
ഫോഴ്സിൻ്റെ ആ ഒരു ഫോഴ്സ് ഇക്വേഷൻ ഓഫ് മോഷനാണെന്ത് അതിന് ഐഡൻറ്റിക്കലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള എന്ത് നമ്മളെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത് നമ്മളെ 2 ബോഡി പ്രോബ്ലം എന്ത് ചെയ്തു 1 ബോഡി പ്രോബ്ലമായി റെഡ്യൂസ് ചെയ്തു എന്ന് പറയാം. ദസ് ദ 2 ബോഡി പ്രോബ്ലം റെഡ്യൂസ് ടു ദ 1 ബോഡി പ്രോബ്ലം. അപ്പോൾ ദിസ് ഈസ് എ യൂസ്ഫുൾ ടെക്നിക്ക്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഈ 6 എന്ന് പറയുന്ന നമ്മളെ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം 2 പ്രാവശ്യം ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം, ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആർ എന്നുള്ളത് ആർ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആണ് അല്ലേ. ട്വൈസ് വിൽ ഗിവ് അസ് ആർ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം വിച്ച് ഈസ് ദ സൊല്യൂഷൻ. ദെൻ യൂസിങ് ഇക്വേഷൻ 3 and 3a r1 and r2 ക്യാൻ ബി ഫൗണ്ട് ആസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇക്വേഷൻ 3 ഈ പറയുന്ന ഇക്വേഷൻ ഈ 3യും 3aയും എന്ന് പറയുന്ന ആറിൻ്റെയും വെക്ടറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ നമ്മളിവിടെ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? r1നും r2നും ഓരോരോ എക്സ്പ്രഷൻ കിട്ടും. അതായത് r1 ഈസ് ഈക്വൽ ടു r പ്ലസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു വെക്ടർ r. അതേപോലെ വെക്ടർ r2 ഈസ് ഈക്വൽ ടു r മൈനസ് m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r എന്ന് കിട്ടും. ഇവിടെ നമ്മൾ m2 r ബൈ m1 പ്ലസ് m2ഉം അതേപോലെ മൈനസ് m1 r ഡിവൈഡ് ബൈ m1 പ്ലസ് m2ഉം പൊസിഷൻ വെക്റ്റേഴ്സാണ്. m1ൻ്റെയും m2ൻ്റെയും പൊസിഷൻ വെക്റ്റേഴ്സാണ് റിലേറ്റീവ് ടു ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പൊസിഷൻ വെക്റ്റേഴ്സാണ് എന്ത് ഈ പറയുന്ന m2 r ഡിവൈഡ് ബൈ m1 പ്ലസ് m2 അതേപോലെ മൈനസ് m1 r ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എഫ് ഓഫ് ആറിൻ്റെ കറക്റ്റ് വാല്യൂസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു 2 ബോഡി പ്രോബ്ലം 1 ബോഡി പ്രോബ്ലം ആകുന്നതിൻ്റെ ആ ഒരു ഡയഗ്രമാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ 2 മാസ് m1 m2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് മാസ് വരുന്നത് കണ്ട m1 ഡിവൈഡ് ബൈ അതായത് r1ൻ്റെത് m1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r. അതേപോലെ ഈ പോർഷൻ വരിക മൈനസ് m1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r എന്ന് വരും. അപ്പോൾ ഈ സെൻറ്റർ പോയിൻ്റാണ് എന്ത് നമ്മളെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിൻ്റ്. അതേപോലെ ഈ r എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ് നമ്മളെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ജസ്റ്റ് സെൻട്രൽ ഫോഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ. സെൻട്രൽ ഫോഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു 2 ബോഡി പ്രോബ്ലം കൺസിഡർ ചെയ്തു. അതിനെങ്ങനെ എന്ത് ചെയ്യാം? 1 ബോഡി പ്രോബ്ലം ആയിട്ട് റെഡ്യൂസ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. അതിൽ നമ്മൾ കുറച്ച് ടേംസ് വന്നിട്ടുണ്ട്. സെൻറ്റർ ഓഫ് മാസ് വന്നിട്ടുണ്ട്. അതുപോലെ വെക്റ്റേഴ്സിൻ്റെ കുറച്ച് അങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെൻറ്റർ ഓഫ് മാസിൻ്റെ ടേമിൽ നമുക്ക് ഈ 2 ബോഡി പ്രോബ്ലത്തിന് 1 ബോഡി പ്രോബ്ലം ആക്കി മാറ്റുന്നതിൻ്റെ ആ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു.